വായിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നോവൽ മതിയെന്ന് പറഞ്ഞത്. പക്ഷെ അത് വളരെ എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ ആ നോവൽ തിരഞ്ഞെടുത്തത്. അതിമനോഹരമായിട്ട് നമ്മളൊരു മിത്തെന്ന് പറയാം, അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയാം, എന്താണെങ്കിലും അതിനെ അതിമനോഹരമായി അദ്ദേഹം അത് ആവിഷ്കരിച്ചിരിക്കുക. 14-ാം നൂറ്റാണ്ടിൽ വലിയ ചരിത്രരേഖകൾ ഇല്ലാത്തൊരു കാലത്തും ചരിത്രത്തെ അത് വളരെ മനോഹരമായി അത് ചിത്രീകരിക്കാം. കോലത്തിൻ്റെ രാജാവ്, രാജകുടുംബത്തിൻ്റെ ഉദയം, അതുപോലെ തന്നെ 8 പ്രമാണിമാർ, കരപ്രമാണിമാർ ചേരുന്ന അലോഹലൻ്റെ രാജധാനി, ആ രാജധാനിയിലെ എല്ലാ തീരുമാനങ്ങളും ജനാധിപത്യപരമായി എടുക്കുന്ന അലോഹലൻ, അഭിപ്രായങ്ങൾ സാമന്ത രാജാവാണെങ്കിലും ആ കോലത്തിരി പറയുന്നതൊന്നും എല്ലാം അനുസരിക്കുന്ന ഒരു അടിമയായിട്ടല്ല അവിടെ കാണപ്പെടുന്നത്. അദ്ദേഹം കോലത്തിരി പറയുന്നതിനെ എതിർക്കുന്ന, പലതിനെയും എതിർത്ത്, എന്നാൽ കോലത്തിരിക്ക് അലോഹലിനെ നേരിടാനുള്ള കഴിവില്ലായ്മ, ഇതെല്ലാം ഏറ്റവും മനോഹരമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. പ്രണയവും യുദ്ധവും ത്യാഗവും അതോടൊപ്പം തന്നെ വീരത്വവും ഒക്കെ ചാലിച്ച ഒരു നോവലായിട്ട് വേണം നമുക്കിതിനെ കാണുവാൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ചോദ്യം എനിക്കുള്ളത്, അങ്ങ് മടിയൻ കൂലത്തില് 3 തെയ്യങ്ങളെ പറ്റി പറയുന്നു. അതിൽ മണവാളനും മണവാട്ടിയും അങ്ങ് പറയുന്നുണ്ട്. സാധാരണ തെയ്യങ്ങൾ സംസാരിക്കും, എല്ലാവരെയും വിളിച്ചു വരുന്നു, അനുഗ്രഹിക്കും. പക്ഷെ മണവാളനും മണവാട്ടിയും അനുഗ്രഹിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അലോഹലിനും അതോടൊപ്പം തന്നെ അലോഹലിനോട് ഉണ്ടായിരുന്ന സിംബ്ലുവാണ്. ഒരു ആദിവാസിയാണ് അല്ലേ, പുലയ, ഒരു പുലയ സ്ത്രീ, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം കണ്ടെത്തിയ ഒരു സ്ത്രീയായിട്ടാണ് അങ്ങ് അവതരിപ്പിക്കുന്നത്. അവരാണ് എന്ന് അങ്ങ് പറയുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അത് ഈ മണവാട്ടിയും മണവാളിനും അലോഹലിനും ഈ സ്ത്രീയുമാണ് എന്ന് എങ്ങനെ അങ്ങ് അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ഭാവനയാണോ അതോ അത് സത്യമാണ്? അലോഹലൻ കുത്തുവിളക്കുകൊണ്ട് പിന്നിൽ നിന്നും കുത്തി കൊല്ലപ്പെട്ട കഥ ആ നാട്ടിൽ ആളുകൾ പറയും. അതിനുശേഷം അലോഹലിൻ്റെ ശരീരം അവിടെയുള്ള വടക്കേ കുളത്തിൽ, ഇപ്പോഴും അവിടെ പോയ വടക്കേ കുളം കാണും. ആ കുളത്തിൽ അതിൻ്റെ അകത്തുള്ള കിണറിൽ താഴ്ത്തി എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഉത്തര കേരളത്തിലെ വീരപുരുഷന്മാർ, ചതിയിൽ കൊല്ലപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ആണ് തെയ്യങ്ങളായിട്ട് വരുന്നത്. തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചവിട്ടി അമർത്തപ്പെട്ട, ചവിട്ടി ഞെരിക്കപ്പെട്ട മനുഷ്യന്റെ നിലവിളികളാണ് ഓരോ തെയ്യവും. ഓരോ തെയ്യത്തിന്റെ തോറ്റമ്പാട്ടും ഓരോ വിങ്ങലുകളാണ്, വേദനയുടെ ബഹിർസ്ഫുരണമാണ്. തെയ്യത്തിന്റെ തോറ്റമ്പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അലോഹലൻ തീർച്ചയായിട്ടും ദൈവമായി, തെയ്യമായി മാറിയിട്ടുണ്ടാകും. പക്ഷെ അവിടെ ഭരിക്കുന്നത് അലോഹലനെ കൊന്ന ആളുകളാണ്. ആ നിലക്ക് അവിടെ പ്രധാനപ്പെട്ട തെയ്യങ്ങളായിട്ട് അവിടെ അലോഹലൻ വരില്ല. പകൽ നടക്കുന്ന തെയ്യങ്ങളിൽ അലോഹലൻ ഇല്ല. ഇപ്പൊ രാത്രി വരുന്ന 2 തെയ്യങ്ങൾ, അത് അനുബന്ധത്തിലാണ് ഞാൻ ഈ കാര്യം എഴുതിയിട്ടുള്ളത്. അലോഹലൻ കൊല്ലപ്പെടുന്നതോട് കൂടിയിട്ട് നോവൽ അവസാനിക്കുന്നുണ്ട്. അനുബന്ധത്തിൽ എഴുതിയ കുറിപ്പിലാണ് ഈ മണാളൻ തെയ്യത്തെക്കുറിച്ചും മണവാട്ടി തെയ്യത്തെക്കുറിച്ചും പറയുന്നത്. അതെന്റെ ഒരു ഊഹമാണ്. എന്തുകൊണ്ടാണ് രാത്രി 2 തെയ്യങ്ങൾ വന്ന് ആരോടും മിണ്ടാതെ, ഒന്നും സംസാരിക്കാതെ വെപ്രാളം പിടിച്ചതുപോലെ ഓടി മറയുന്നത്? മഞ്ഞക്കുറി കൊടുക്കുന്നില്ല, അനുഗ്രഹിക്കുന്നില്ല, ഒരു വാക്കിന്റെ ഉരിയാട്ടം, അനുഗ്രഹത്തിന്റെ ഒരു വാക്ക് നൽകാതെ എന്തുകൊണ്ടാണ് മറ്റെല്ലാ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 തെയ്യങ്ങൾ മാത്രം നാവരിഞ്ഞതുപോലെ നിശബ്ദരായിത്തീരുന്നത് എന്ന എൻ്റെ ഒരു ആലോചനയിൽ നിന്നാണ് അത് അലോഹലനായി കൂടെ അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന മണവാട്ടി തെയ്യം ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാവാം, അതിൽ കൂടുതൽ സാറ് പറഞ്ഞതുപോലെ അത് ചീമ്പിളും ആവാൻ സാധ്യതയുണ്ട്. ആദിവാസി അല്ലെങ്കിൽ പുലയ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായിട്ടുണ്ടായിരുന്ന ഒരു, എല്ലാ സമുദായവും ഒരുപോലെയാണ്. പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റത്തിൽ പറയുന്നത് പോലെ എല്ലാവരെയും ചോര ഒന്നാണ് എന്ന് പറയുന്നത് പോലെ അലോഹലൻ എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാൻ ശ്രമിച്ച, ചരിത്രത്തിൽ നമുക്കതിന് തെളിവുകളൊന്നുമില്ല, പക്ഷെ ഒരു മനുഷ്യൻ, ധീരനായ ഒരു മനുഷ്യൻ പിന്നിൽ നിന്നും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ജനപക്ഷത്ത് നിന്ന ഒരാളായിരിക്കും. അയാൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ജനങ്ങൾക്ക് വേണ്ടി നിന്ന ആളായിരിക്കും. അത് എൻ്റെ ഒരു ഊഹമാണ്.
ആ ഊഹത്തിൽ നിന്നാണ് ഞാൻ അലോഹനനെ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഭാവന ധാരാളം നമുക്ക് പ്രയോഗിക്കേണ്ടി വരുന്ന ഒരു ചെറുകഥയിൽ പോലും കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിൽ ചെറുതായ ഒരു ത്രെഡിനെ എടുത്തിട്ട് 400 പേജ് വരുന്ന ഒരു പുസ്തകത്തിലേക്ക് വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭാവന വലുതായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അത് 14ാം നൂറ്റാണ്ടിന് ഇണങ്ങുന്നതും ആയിരിക്കണം. അതാണ് ഈ മണാളം തെയ്യത്തെ കുറിച്ച് പറയാനുള്ളത്. അങ്ങയുടെ ഈ പുസ്തകത്തിൽ തന്നെ കാരിക്കുരുക്ക എന്ന് പറയുന്ന അധ്യായത്തിൽ എൻ്റെ അധ്യായം 10 അങ്ങ് ചാത്തൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കും. ചാത്തൻ തൻ്റെ പിതാവ് തമ്പുരാനാണെന്ന് അറിയുന്ന നിമിഷം മുതൽ തമ്പുരാനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ പുറപ്പാട് ആ കഥാപാത്രത്തെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുക. ചാത്തൻ തമ്പുരാനെതിരായിട്ട് യുദ്ധമുറ ചെറുപ്പക്കാരെ കൂട്ടി യുദ്ധമുറകൾ അഭ്യസിപ്പിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് ചാത്തൻ ചതിയിൽപ്പെട്ട്. പക്ഷെ ആ ചതി എന്നുള്ളത് ശരിയായ രീതിയിൽ അത് വിശദീകരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? മാത്രമല്ല ആ കഥാപാത്രം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുക. അതിജന്മിത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അടിച്ചമർത്തലുകൾക്കെതിരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ ധാർമ്മിക രോഷം ഇതിന്റെ പ്രകടനമായി ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നു. 14ാം നൂറ്റാണ്ടിൽ തമ്പുരാനെതിരായി ജന്മിക്കെതിരായി പോരാടാൻ ഒരു ചെറുപ്പക്കാരൻ, അതും വലിയ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ വരുന്നതിനെ അതിമനോഹരമായി അങ്ങ് അവതരിപ്പിക്കുന്നെങ്കിൽ എങ്ങനെ ചതിയിൽപ്പെട്ടു എന്ന് വിശദീകരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? വിസ്മരിക്കപ്പെട്ടു പോയതാണോ അതോ വായനക്കാർ ഊഹിക്കണം എന്നുള്ളത് കൊണ്ടാണോ? ചാത്തൻ എന്ന ഈ കഥാപാത്രം ആണ് ഉത്തര കേരളത്തിൽ കുട്ടിച്ചാത്തൻ തെയ്യമായിട്ട് വരുന്ന വളരെ പ്രസിദ്ധ തെയ്യം. എൻ്റെ വീട്ടുമുറ്റത്തും തറവാട്ടിലും ഒക്കെ ഈ തെയ്യം, കുട്ടിച്ചാത്തൻ തെയ്യം ഉണ്ട്. അപ്പോൾ ഈ തെയ്യത്തിൻ്റെ തോറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികം വിശദാംശങ്ങൾ കിട്ടുകയില്ല. അതിൽ കിട്ടാവുന്ന കാര്യങ്ങളിൽ ഭാവന ചേർത്തിട്ടാണ് ഈ ചാത്തൻ്റെയും അമ്മ നീലിയുടെയും കഥ പറയുന്നത്. അപ്പോൾ ആ കഥയിൽ എൻ്റേതായ ചില അംശങ്ങൾ ഓരോ മിത്തിലും ചേർത്തിട്ടുണ്ട്. സ്വാഭാവികമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചാത്തൻ തൻ്റെ അമ്മയെ പിഴപ്പിച്ചത് ജന്മിയാണ് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ അമ്മയെ മാത്രമല്ല നാട്ടിലുള്ള മാത്രമല്ല അതിൽ പറയുന്നുണ്ട്, അമ്മ നീചജാതിയാണെങ്കിൽ ഇതിനൊന്നും അയിത്തമില്ലേ എന്ന് ചോദിക്കുന്നു. അതെ, തൊട്ടുകൂടായ്മയും തെണ്ടിക്കൂടായ്മയും അങ്ങേറ്റം കലശലായിരുന്നൊരു കാലത്ത് ഈ ജന്മിമാർക്ക് പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യാൻ യാതൊരു തീണ്ടലും തൊടിയിലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് ഈ നോവലിൻ്റെ മൊത്തത്തിൽ വരുന്ന ഈ നോവലിൻ്റെ ഒരു വിഷയം എപ്രകാരമാണ് ദളിതാവസ്ഥ എന്മേൽ സവർണ മേധാവിത്വം അരങ്ങ് ഭരിച്ചിരുന്നത് എന്നുള്ളത്